ഹലോ. അപ്പോ മലപ്പുറം കാത്തിരുന്ന ആ വലിയ വാർത്ത എത്തിയിരിക്കുകയാണ്. അതെ, 2025-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ ഒടുവിൽ പ്രഖ്യാപിച്ചു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്ക് വേഗം നോക്കിയാലോ? അതെ, സംഭവം ഇപ്പോ ഒഫീഷ്യലാണ്. നമ്മുടെ പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷൻ ഇവിടങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോ മലപ്പുറത്തെ അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കാൻ പോകുന്ന ആ ദിവസങ്ങൾ വന്നെത്തി. ദാ സ്ക്രീനിലേക്ക് നോക്കൂ. ഈ സംഖ്യ കണ്ടോ? 35,74,802. ഏതാണ്ട് 36 ലക്ഷത്തിനടുത്ത് വോട്ടർമാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്രയും ആളുകളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ? അപ്പൊ ശരി, ഏറ്റവും പ്രധാനപ്പെട്ട ആ 2 ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കലണ്ടറിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. വോട്ടെടുപ്പ് നടക്കുന്നത് ഡിസംബർ 11 വ്യാഴാഴ്ചയാണ്. പിന്നെ റിസൾട്ട് അറിയാൻ അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ശനിയാഴ്ച, അതായത് ഡിസംബർ 13 തന്നെ ഫലം വരും. അപ്പോ നമ്മൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനാണ് ഈ ഇലക്ഷൻ. അതായത് നമ്മുടെ റോഡ് ശരിയാക്കുന്നതും വെള്ളം കിട്ടുന്നതും വേസ്റ്റ് പ്രശ്നം പരിഹരിക്കുന്നതും അങ്ങനെയുള്ള നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഗ്രാമങ്ങളിലുള്ളവർ പഞ്ചായത്തിലേക്കും, ടൗണുകളിലുള്ളവർ മുനിസിപ്പാലിറ്റിയിലേക്കും, പിന്നെ വലിയ സിറ്റികളിലുള്ളവർ കോർപ്പറേഷനുകളിലേക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇതൊരു സാധാരണ ഇലക്ഷൻ മാത്രമല്ല കേട്ടോ. എന്തുകൊണ്ടാണ് മലപ്പുറത്തെ ഈ തിരഞ്ഞെടുപ്പ് ഒരു ലോകശ്രദ്ധ നേടുന്ന സംഭവമായി മാറുന്നത്? അതിന് ചില ഇൻട്രസ്റ്റിംഗ് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഈ ഒരു വാചകമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ലോക മലയാളി സമൂഹം ഈ തെരഞ്ഞെടുപ്പ് ദിനങ്ങളെ ഉത്സവ അന്തരീക്ഷമാക്കി മാറ്റും. അതായത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നതിലുപരി ഒരു ആഘോഷമാണ്, ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഉത്സവം. അതാണ് ഈ വാചകം പറഞ്ഞുവെക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഉത്സവം എന്ന് പറയുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് നല്ല പൗരബോധമുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ അവർക്ക് വലിയ വിശ്വാസമാണ്. അതുപോലെ തന്നെ വോട്ടിങ്ങിൽ എല്ലാവരും പങ്കെടുക്കും. ആ പങ്കാളിത്തം വളരെ വലുതാണ്. ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പുകൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായി മാറുന്നത്. അപ്പൊ ഈ ഇലക്ഷന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ എവിടുന്ന് കിട്ടുമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതിനുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വെബ്സൈറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online/മലപ്പുറം. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും മലപ്പുറത്തെ ഇലക്ഷന്റെ ഓരോ ചെറിയ അപ്ഡേറ്റും ലൈവായിട്ട് ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും ഒഫീഷ്യലും കറക്റ്റുമായിട്ടുള്ള വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് തന്നെ ഫോളോ ചെയ്യാ കേട്ടോ. അപ്പോ 2025 ഡിസംബറിലെ ആ വലിയ ജനാധിപത്യ ഉത്സവത്തിനായി മലപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാ മനസ്സില് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: മലപ്പുറത്തിന്റെ ഈ മഹത്തായ ജനാധിപത്യ മാമാങ്കം ലോകം എങ്ങനെയാകും ഉറ്റുനോക്കുക? എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.